ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ് കേട്ടോ. എവിടെ പോകുമ്പോഴും ഒരു സഞ്ചി എന്റെ തോളിൽ കാണും. എന്തിനാ ഇത് ചോന്നോട് കിടക്കുന്നത് സീച്ചേട്ടനോട് എപ്പോഴും ചോദിക്കും കേട്ടോ. കാരണം ഇത്തിരി നേരം ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് സീച്ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കും. കാരണം എനിക്ക് ഭയങ്കര ഷോൾഡർ അങ്ങ് വേദനിക്കുവന്നേ. പിന്നെ സ്ലിം ബാഗും എടുക്കും. അത് തൊട്ടപ്പുറത്ത് അങ്ങനെ പോവുകയാണെങ്കിലുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അയ്യോ വല്ല വന്നു പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടണമല്ലോ ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ നടക്കുന്നേ. അപ്പൊ എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ കാണും. അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ടി വന്നാലോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്റെ ചിന്ത. അപ്പൊ ഇതാണ് എന്റെ ബാഗ്. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എവറിഡേ ബാഗാണ് കേട്ടോ. ഈ ബാഗിന് ഒട്ടും വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ചാൾസ് ആൻഡ് ഗീത്തിന്റെ ബാഗാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏതെങ്കിലും ഒരു ബാഗൊക്കെ ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ത്വരയാ അത് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയത്. ഇതിന്റെ കുറേ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതായതുകൊണ്ട് എനിക്ക് ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത്. അപ്പൊ ഇതിന്റെ അകത്ത് എന്താന്ന് ഞാൻ പറയാം. അപ്പൊ ആദ്യം തന്നെ ഉണ്ടല്ലോ, ഇത് കണ്ട, ഇത് ഞാൻ നൈക്കേന്ന് എന്തോ സാധനം വാങ്ങിച്ചപ്പോ എനിക്ക് ഫ്രീ കിട്ടിയതാ. അപ്പൊ ഞാനതിങ്ങനെ തൂക്കിയിട്ടു. ഇവിടെ തൂക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അകത്ത് തൂക്കിയിട്ടു. അപ്പൊ ആദ്യം തന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ കൊളുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ക്ലിപ്പ്. ഇങ്ങനെയൊക്കെ ഇടാം. ഒരു ക്ലിപ്പ് കൊളുത്തിയിട്ടിട്ടുണ്ട്. എന്റെ വാലറ്റ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാ ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാം. അതുകൊണ്ട് എനിക്കിങ്ങനെ തുറന്നിട്ട് എല്ലാ സാധനവും എവിടാ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് ആദ്യം തന്നെ എന്റെ സിസ്റ്ററിന്റെ കാണാൻ പറ്റുന്നുണ്ടാ, ഞങ്ങളുടെ ഒരു ഫോട്ടോ കേട്ടോ. പിന്നെ എന്റെ കാർഡ്സ്, ബില്ലുകള്, കുറച്ച് ചില്ലറ പൈസകള്, അതൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴാ ആവശ്യം വരുന്നത് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഇത്. ഞാൻ വാങ്ങിച്ചപ്പോൾ സീച്ചേട്ടൻ പറഞ്ഞു നിനക്ക് നിന്റെ സുഖേടാ അയ്യേന്നൊക്കെ. പക്ഷെ ഇത് നമ്മൾ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ നമുക്ക് ചൂടെടുക്കുവാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ വിയർക്കാൻ തുടങ്ങി കേട്ടോ. ഫാൻ ഇടണ്ട, സൗണ്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട്. ഇതിങ്ങനെ 5 സ്പീഡുണ്ട് ഇതിന്. നല്ല കാറ്റ് കിട്ടും. ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന കേട്ടോ. ആദ്യം ഞാനിങ്ങനെ ബാറ്ററി ഇട്ട് യൂസ് ചെയ്യുന്ന വാങ്ങിച്ചു, പക്ഷെ അത് പെട്ടെന്ന് തീർന്നു പോകും. അങ്ങനെ ഞാൻ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് വാങ്ങിച്ചത്. ഇതിങ്ങനെ ബാഗിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അപ്പൂരാണെ എവിടെയെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ അയ്യോ അമ്മ ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞൊക്കെ നിൽക്കും. ഇതാവുമ്പോ ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കാം, നല്ലതാട്ടോ. പിന്നെ കൊട, ഒരു കൊടയാട്ടോ ഉള്ളത്. ഇതിങ്ങനെ എനിക്കിങ്ങനെ ചെറിയ കൊടയ ഇതിൻ്റെ അകത്ത് വെക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ വാങ്ങിച്ചതാട്ടോ. ഇങ്ങനെ കുഞ്ഞു കൊടയാ. അപ്പൊ നമ്മുടെ ബാഗിൽ ഇങ്ങനെ അങ്ങ് ഇരുന്നോളുമല്ലോ, കൊടയെല്ലാം ഒരു സൈഡിൽ ഒതുങ്ങി. അപ്പൊ അതും സേഫായിട്ട് ഇതിൻ്റെ അകത്ത് അങ്ങ് ഇരുന്നോളും. അടുത്തത് പവർ ബാങ്ക്. എപ്പോഴാ ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ സീച്ചേട്ടനാണെങ്കിൽ ഫോൺ ചാർജ് എപ്പോഴും കുറയും വൈകുന്നേരം ഒക്കെ വരുമ്പോഴത്തേന്. അപ്പൊ ഞാനിത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇത് തിരിച്ച് റീചാർജ് ചെയ്ത് വെക്കത്തില്ല. ഇത് തിരിച്ച് ചാർജ് ചെയ്ത് വെക്കത്തില്ല. പക്ഷെ ഞാനാണെങ്കിൽ ഇത് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ബാഗിൽ എടുത്ത് വെക്കും കേട്ടോ. ഇത് സാംസങ്ങിന്റെ ആണ്. എനിക്ക് തോന്നുന്നു 1-2 വർഷം ആയെന്ന് തോന്നുന്നു. പക്ഷെ നന്നായിട്ട് നല്ല സാധനം കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു. നല്ലതാണ്. 2 തവണ ചാർജ് ചെയ്യാൻ പറ്റും ഇതിൽ. പിന്നെ ഹെഡ്സെറ്റ് ഞാൻ ഒട്ടും തന്നെ യൂസ് ചെയ്യത്തില്ല. ബസ്സിലെങ്ങാനും കയറുവാണെങ്കിൽ എടുത്ത് മറ്റേ സാധാ അത് കാണും, പക്ഷെ അത് എന്റെ അല്ല. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്തോണ്ട് കണ്ടില്ല. മറ്റേ സാധാ ഹെഡ്സെറ്റ് ഇല്ലേ, അതെടുത്ത് യൂസ് ചെയ്ത് പാട്ട് കേട്ടോണ്ടെങ്ങാനും ഇരിക്കും ബസ്സിലെങ്ങാനും കയറുവാണെങ്കിൽ. അല്ലെങ്കിൽ എനിക്കിത് ചെവിയിൽ വെക്കുന്ന ഭയങ്കര അസ്വസ്ഥതയാണ്. പക്ഷേ ചില സമയത്ത് എനിക്ക് ഒരുപാട് സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ തലവേദന എടുക്കും. അപ്പൊ ഞാനിങ്ങനെ ഇതെടുത്ത് ചെവി വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കും. ചെറിയ രീതിയിൽ എന്തെങ്കിലും ലൈറ്റ് മ്യൂസിക് ഒക്കെ കേട്ടോണ്ടിരിക്കും. അതല്ലെങ്കിൽ ഇത് വെക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ള സൗണ്ടൊക്കെ ഒന്ന് മ്യൂട്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാനിതിങ്ങനെ കൊണ്ടു നടക്കുന്നത്. അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ അകത്ത് എന്താന്ന് വെച്ചാൽ എൻ്റെ വാട്ടർ ബോട്ടിൽ. ഇത് എന്തിനാ ഇത്രയും ചെറുത് വാങ്ങിച്ചു വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പുറത്ത് ദൂരെ പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ഇതെനിക്ക് അത്യാവശ്യം കേട്ടോ. ഇതിലിങ്ങനെ പേരെഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാ?
ഇതിലിങ്ങനെ പേരെഴുതിയിട്ടുണ്ട് കല്യാണിക്കുട്ടി എന്ന്. നമുക്കിങ്ങനെ എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാനിങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കും, ആവശ്യമുള്ളപ്പോൾ കുടിക്കും. സ്റ്റീലാണ് കേട്ടോ വരുന്നത്. എനിക്ക് ഒത്തിരി വെയിറ്റ് ഒന്നും ചുമക്കാൻ, ഒന്നാമത് ഷോൾഡർ വേദന എടുക്കും, ചുമക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു ബോട്ടിൽ വെള്ളം എപ്പോഴും എടുത്ത് വെക്കും കേട്ടോ. കാരണം ഞാൻ അലാറം വെച്ച് ഞാൻ വെള്ളം കുടിക്കും. അതായത് കണ്ടോ, ഇത് ഫുള്ള് ഞാൻ കുടിച്ച് തീർത്തിട്ട് 1.5 ലിറ്റർ വെള്ളമാണ് ഇത്. അപ്പൊ ഇത് കുടിച്ച് തീർത്തിട്ട് അടുത്ത 1.5 ലിറ്ററോടെ കുടിക്കും. അങ്ങനെ ദിവസം ഞാൻ 3 ലിറ്റർ വെള്ളം കുടിക്കാറുണ്ട്, മാക്സിമം കുടിക്കാറുണ്ട്. അതല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രമേ കുടിക്കാതിരിക്കത്തുള്ളൂ. എന്നാലും ഞാൻ 1 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കും. 3 ലിറ്റർ വെള്ളം ഞാൻ കറക്റ്റ് ആയിട്ട് കുടിക്കാറുണ്ട് കേട്ടോ. ശേഷം ഇതിനകത്ത് ഇങ്ങനെ ഒരു പൗച്ച് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വലിച്ചോണ്ട് ആരും പോവാതിരിക്കാൻ വേണ്ടി ഒരു നോട്ടും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് എന്താണെന്ന് വെച്ചാ ഇങ്ങനെ പേനയുണ്ട്. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ പല്ലിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കുന്നത് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യൂ, കുറെ വിക്സിന്റെ ഗുളികള്, ബാൻഡേജ്, മാർക്കർ, പൊട്ട്, വിക്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഫുള്ള് ഇതില്. ഇങ്ങനെ തലവേദന എനിക്ക് ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ അത് ഇൻഹീലർ, പിന്നെ യൂക്കാലി തേച്ച് ഇങ്ങനെ ഒരിടത്തൊക്കെ ഒതുങ്ങി കിടക്കാലോ എന്ന് വിചാരിച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതിന്റെ അകത്ത് മുഴുവൻ. പിന്നെ എന്റെ സൺഗ്ലാസ്, ഇത് അന്ന് ഞാൻ ഡൽഹി പോയപ്പോ ഗൂച്ചിയുടെ ഒരു സൺഗ്ലാസ് വാങ്ങിയതായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും വണ്ടിയിലൊക്കെ പോകുമ്പോൾ വെക്കും. ഇത് വെക്കുമ്പോൾ എനിക്ക് തലവേദന അങ്ങനെ എടുക്കത്തില്ല. സൺഗ്ലാസ്, സാനിറ്റൈസർ, ലിപ് ബാം. അത്രയും ഡ്രൈ ആവും എൻ്റെ ചുണ്ടുകൾ, നല്ലപോലെ ഡ്രൈ ആവും. അപ്പൊ ലിപ് ബാം. പിന്നെ ഇതെന്താന്ന് ചോദിച്ചാൽ ബ്രഷ് ആട്ടോ. ഇതിങ്ങനെ മടക്കി വെക്കാൻ പറ്റും. എനിക്കിങ്ങനെ ഇടയ്ക്കൊക്കെ കഴിച്ചു കഴിയുമ്പം ഇങ്ങനെ പല്ലിലെന്തോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പൊ ഞാൻ കൂടി പോയി ബ്രഷ് ചെയ്യും. എന്നിട്ട് ഇതിങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചാൽ മതി, സേഫ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഒരു കുഞ്ഞ് ചീപ്പ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. സൺസ്ക്രീൻ, സഞ്ചരിക്കുന്ന. പിന്നെ ഇതൊരു ഹാൻഡ് ക്രീം ആട്ടോ, നല്ല മണമാണ് ഇതിന്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യത്തില്ല, എങ്കിലും ഇങ്ങനെ ബാഗിൽ തുറക്കുമ്പോൾ കാണുമ്പോഴൊക്കെ എടുത്തു വെച്ചൊന്ന് യൂസ് ചെയ്യും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സ്മെല്ലൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ. നല്ല മണം ഇത്, നല്ല മണം. പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതാണ്ട് ഇങ്ങനെ വിയർക്കും. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ട, ഞാൻ വിയർക്കും. അപ്പൊ ആ വിയർക്കുമ്പം മേക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ഓയില് കൺട്രോൾ ചെയ്യും കേട്ടോ. ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പം ഈ ഓയിലെല്ലാം ഇതങ്ങ് പിടിച്ചോളും. അപ്പൊ നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ ഇങ്ങനെ കിടന്ന് തുടയ്ക്കണ്ട. അങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ കുളമാവും കേട്ടോ. ഇതിന്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഒരു കണ്ണാടിയും വരുന്നുണ്ട് കണ്ട. അതുകൊണ്ട് നമുക്ക് നോക്കി ഇങ്ങനെ തുടയ്ക്കാൻ പറ്റും. പിന്നെ തുറക്കൂ ചപ്പുകൂടരെ പാത്ത് ഞാൻ വച്ചേക്കാം കേട്ടോ. അവൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തരുമോ എന്ന് പറഞ്ഞ് ചോദിച്ചോണ്ട് വെക്കും. പറഞ്ഞെടുത്തും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊരു മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു തവണ എങ്ങാണ്ട് ഇത് വായിലിട്ടോ ചവച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് തവണ പാത്ത് ഞാനൊരു മൂലയ്ക്ക് വച്ചേക്കാണ്. കണ്ട അമ്മ ഇച്ചിരി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ ഇതിങ്ങനെ മറ്റേ ലിപ് ബാം ആണ് കേട്ടോ. ലിപ് ബാം പ്ലസ് ലിപ്സ്റ്റിക് ആണ്. ഇതിങ്ങനെ ചുണ്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചുണ്ട് ഇതും ആവത്തില്ല, എന്നാൽ ഒരു ലിപ്സ്റ്റിക്കിന്റെ എഫക്റ്റും കിട്ടും. ഇങ്ങനെ മാറ്റായിട്ടാട്ടോ വരുന്നത്, ഇങ്ങനെ ഗ്ലോസി ആയിട്ടല്ല, പെട്ടെന്ന് ഉണങ്ങും, മാറ്റായിട്ടിരിക്കും.
ഇനി വീണ്ടും കോൾഗേറ്റിന്റെ ഡെന്റൽ ഫ്ലോസ്. ഇതെന്റെ സീച്ചേട്ടൻ പഠിപ്പിച്ച ശീലം. ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനൊന്നും ഇല്ലായിരുന്നു. ചെറുത് പോരാഞ്ഞിട്ട് വലിയൊരു ടൈഗർ ബാമിന്റെ തൈലം, ഇതിനെന്തോ പറയുന്നേ, ഓയിൽ, ടൈഗർ ബാമിന്റെ ഓയിലാട്ടോ. നല്ല എരിവാ ഇതിന്. അടിപൊളിയാണ്. പേന, പിന്നൊരു ബുക്ക് കേട്ടോ. ഇതെന്താന്ന് ചോദിച്ചാ, ഇതെനിക്ക് ഈ വർഷം തുടങ്ങിയ ഒരു ശീലം കേട്ടോ. അതായത് ഇപ്പൊ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ എടുത്തു വെച്ച് എഴുതും ഞാൻ. ഇങ്ങനെ എടുത്തു വെച്ച് എഴുതി വെക്കും. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെക്കും. എന്നിട്ട് ആ ചെയ്ത കാര്യങ്ങളെല്ലാം രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ സമയമാകുമ്പോൾ ഈ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ടിക്കിടും, ചെയ്യാത്ത കാര്യങ്ങളെല്ലാം തെറ്റിടും. അപ്പൊ ആ തെറ്റിട്ട കാര്യങ്ങൾ പിറ്റേ ദിവസം ഞാൻ ചെയ്ത് തീർക്കാൻ മാക്സിമം നോക്കും. അതിനു വേണ്ടിയിട്ട് എഴുതുന്ന ബുക്ക്. പിന്നെ ദൂരെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരുപാട് നേരം ഫോണൊക്കെ യൂസ് ചെയ്യാൻ എനിക്കിങ്ങനെ തലവേദന എടുക്കും. അപ്പൊ ഞാനിങ്ങനെ വായിച്ചാൻ വച്ചേക്കുന്ന ബുക്കാണ് കേട്ടോ. വായിക്കാൻ വച്ചേക്കുന്നതല്ല, ഞാൻ ഇങ്ങനെ വായിക്കും. അപ്പൊ ഞാനിങ്ങനെ യൂസ് ചെയ്യുന്ന ബുക്കാണ് ഇതെല്ലാം. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന സെന്റൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് പോകും. അതിനാണ് ആ മാർക്കർ കുറച്ച് മുമ്പ് ആ പേഴ്സിൽ ഇരുന്നത്. അതിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കും ഇങ്ങനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വായിക്കുന്ന ശീലം ഇല്ലായിരുന്നു, പക്ഷെ അത് എന്നെ പഠിപ്പിച്ചത് രേഷ്മയാണ് കേട്ടോ. അവളുടെ കയ്യിൽ നിന്നാണ് ഈ വായിക്കണം എന്നുള്ള ശീലമൊക്കെ എനിക്ക് കിട്ടിയത്. അപ്പൊ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. പിന്നെ ഇതിന്റെ അകത്ത് ലിപ്സ്റ്റിക് ഉണ്ട്, ഹെഡ്സെറ്റ് ഉണ്ട്. ഇത് സീച്ചറിന്റെയാ, എനിക്ക് തന്നതാ. വേറൊന്നുമില്ല, കഴിഞ്ഞു. അയ്യോ അല്ല, ഒരു കണ്ണാടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് മുഖം നോക്കാം. ഞാൻ മടക്കി. ശേഷം ദാ ഇത് മിനിസോയിന്ന് ഞാൻ വാങ്ങിച്ചു കേട്ടോ. മിനിസോയിന്ന് തന്നെ വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാനും പറ്റും. സത്യം പറഞ്ഞാൽ ഗീവ് അവേ കൊടുക്കാൻ നേരത്ത് അവർക്ക് വൈറ്റ് അല്ലേ കൊടുത്തേ. എനിക്ക് വൈറ്റ് പെട്ടെന്ന് ഞാൻ ചീത്തയാക്കും. അതുകൊണ്ട് ഞാൻ ഈ ബ്ലൂ എനിക്ക് എടുത്തു. ഇതിന്റെ അകത്ത് ബാൻഡേജ് ഉണ്ട്, ചില്ലറ പൈസകളുണ്ട്, പിന്നെ ഇങ്ങനെ പെയിൻ കില്ലർ. തലവേദന വരുമ്പോൾ സഹിക്കാൻ ഈ സംഭവങ്ങളൊന്നും തേച്ചിട്ട് എന്റെ തലവേദന മാറിയില്ലെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. തലവേദനയുടെ മരുന്ന് തന്നെ, പെയിൻ കില്ലർ അത് തന്നെ, അത് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വിക്സിന്റെ ഗുളിക, തൊണ്ടയ്ക്ക് കിച്ച് വരുമ്പോൾ യൂസ് ചെയ്യാൻ ഒരു ബാൻഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതിന്റെ അകത്ത്. അപ്പൊ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങ് എടുത്താൽ മതിയല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് ഇതിന്റെ അകത്ത് ഞാൻ ഇതെല്ലാം അടുക്കി വെച്ചേക്കുന്നത് ഈ ഒരു ഓർഗനൈസറിലാണ് കേട്ടോ. അപ്പൊ നമുക്കിങ്ങനെ അളിച്ച് പൊളിച്ച് കിടക്കണ്ട, എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇത് സെപ്പറേറ്റ് നമുക്ക് പല അളവിൽ വാങ്ങിക്കാൻ കിട്ടും. പല കളേഴ്സും കിട്ടും കേട്ടോ. അപ്പം അതങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഇതുപോലെ ബാഗിന്റെ അകത്തോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്കിതുപോലെ തിരിച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇപ്പൊ സൺഗ്ലാസ് ആണെങ്കിൽ എന്താ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം, കാണാൻ പറ്റും നമുക്ക് എല്ലാ സംഭവങ്ങളും എവിടെയാ ഇരിക്കുന്നേന്നുള്ളത്. അതുകൊണ്ട് തപ്പണ്ട. ഇല്ലെങ്കിൽ ഞാൻ പണ്ടിങ്ങനെ അളിച്ചു വരി ഇട്ടേക്കാണ്. അപ്പൊ ഇതും എനിക്ക് സെറ്റ് ചെയ്ത് തന്നത് സീച്ചേട്ടനാണ് കേട്ടോ. സീച്ചേട്ടൻ ഇങ്ങനെയുള്ള സംഭവം ഇങ്ങനെ അടുക്കി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. വീട്ടിൽ അടുക്കി വെച്ചില്ലെങ്കിലും കൊണ്ടുപോകുന്ന ബാഗിലും കാറിലും ഒക്കെ ഭയങ്കര ഇങ്ങനെ നീറ്റാക്കി എപ്പോഴും ഇരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ വീട്ടിലും. പക്ഷെ ഇപ്പം അയ്യോ. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ എന്റെ ബാഗിന്റെ അത് ഞാൻ എന്നും ചുമന്നുകൊണ്ട് നടക്കുന്ന സംഭവങ്ങള്. ഇതെപ്പോഴും എന്റെ ബാഗിൽ കാണും. വേറെ അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും എന്റെ ബാഗിൽ കാണത്തുമില്ല. ചിലപ്പോ നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ എനിക്ക് ഇതൊക്കെയാണ് അത്യാവശ്യങ്ങൾ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എപ്പോഴും എടുത്ത് ബാഗിലിട്ടേക്കും. പറ്റുവാണെങ്കിൽ ഞാൻ ഈ കുപ്പിയും കൂടെ ചുമന്നുകൊണ്ടായിരിക്കും കേട്ടോ പോകുന്നത്. എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ഡാൻസിനൊക്കെ പോകുമ്പോൾ ഈ കുപ്പിയും ചുമന്നുകൊണ്ടാണ് പോകുന്നത്. അതാകുമ്പോൾ എനിക്കിങ്ങനെ ഈ കുപ്പിയിലെ വെള്ളം തികയത്തില്ല. അപ്പം വലിയ കുപ്പി കൊണ്ടുപോകും. ഇത് ഇറക്കി താഴെയും വെച്ചേക്കും. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗില്. നല്ല ബാഗാട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര സൂപ്പറാണ്. നമുക്ക് ഇത്രയും സാധനങ്ങൾ ബാഗിൽ ഇട്ടാൽ പോലും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നുള്ള തോന്നലൊന്നും വരത്തില്ല. മാത്രമല്ല ഈ ബാഗിന് വലിയ വെയിറ്റ് കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും സാധനങ്ങളും കൂടെ വെക്കുമ്പോൾ ഈ സാധനത്തിന്റെ വെയിറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഈ ബാഗിന് വെയിറ്റ് അങ്ങനെ ഇല്ല. അതുകൊണ്ട് നല്ല ബാഗാട്ടോ, അടിപൊളിയാണ്.
ലിങ്ക് എൻ്റെ കയ്യിൽ തരാനില്ല. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചാൾസാൻ ഗീത്തിന്റെ ഗൂഗിളിൽ കയറിയിട്ട് സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഞാൻ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പൊ അത്രയേ ഉള്ളൂ വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പോ ഇഷ്ടമായെങ്കിൽ താഴെ കമന്റിൽ പറയൂ, ഞാൻ റിപ്ലൈ തരാം. അപ്പൊ പിന്നെ അത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു.